റിവിറ്റ് MEP മലയാളം ട്യൂട്ടോറിയലിൻ്റെ 83ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകണം നമുക്ക് എങ്ങനെ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഫാമിലി എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെ ഒരു ബേസിക് ഫാമിലി എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലെവൽ 1ലേക്ക് പോവുകയാണ്. ലെവൽ 1ലേക്ക് പോയതിനു ശേഷം ഇവിടെ കമ്പോണൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതെടുത്തു. അതിനുശേഷം മോഡൽ ലൈൻ പ്ലേസ്. അതിനുശേഷം ഞാനിവിടെ ഒരു കാറ്റഗറി കൊടുക്കുകയാണ്. ഓക്കെ, ആർക്കിടെക്ചറിനുള്ളിൽ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഞാനൊരു ടേബിളാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫർണിച്ചർ കൊടുത്തു, ഓക്കെ എടുത്തു. ഓക്കെ, അതിനുശേഷം ഒരു നെയിം കൊടുക്കണം. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇവിടെ ഫർണിച്ചർ 1 എന്ന് പറയുന്നൊരു നെയിം വന്നിട്ടുണ്ട്, അത് കൊടുത്തു. അങ്ങനെ കൊടുക്കുമ്പോഴേക്കും ഇവിടെ ടൂളുകളെല്ലാം മാറിയിട്ടുണ്ട്. നമുക്ക് ഫാമിലി ക്രിയേറ്റ് ചെയ്യേണ്ട ടൂളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊജക്റ്റിനകത്തുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും, നിലവിൽ വരച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഹൈഡിങ് എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഹൈഡിങ് മീൻസ് നമുക്കിതൊന്നും ആക്റ്റീവ് എലമെന്റ്സ് അല്ല ഇതൊന്നും. അതിനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാമിലി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതുകൊണ്ടാണ്. അതിനുള്ളൊരു ഓപ്ഷൻ എടുത്തത് കൊണ്ട് മാത്രമാണ്. കാരണം അതിനുള്ള ടൂളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മൾ എന്താണോ വരയ്ക്കാൻ പോകണം അത് മാത്രമേ ആക്റ്റീവ് എലമെന്റ് ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ഒരു ടേബിളാണ് വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടേബിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ടൂളുകൾ ഒരുപാട് തന്നിട്ടുണ്ട്. ഇതിൽ എക്സ്ട്രൂഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്യുമ്പോഴേക്കും എനിക്ക് വരയ്ക്കേണ്ട മോഡൽസ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സ്ക്വയർ എടുക്കുകയാണ്. ഓക്കെ, ഇതുപോലൊരു ടേബിൾ ഞാനിവിടെ വരയ്ക്കും. ഇതിനെ വേണമെങ്കിൽ നമുക്ക് മോഡിഫൈ ഒക്കെ ചെയ്യാം. അതൊക്കെ നമുക്കറിയാം എങ്ങനെയാണ് മോഡിഫൈ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ടേബിൾ, ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു ടേബിൾ ഇവിടെ വരയ്ക്കും. അതിനുശേഷം ഞാനിത് കംപ്ലീറ്റ് ചെയ്യാണ്. ഓക്കെ, ഇപ്പം ടേബിളിൻ്റെ ഇത് വരയ്ക്കുമ്പോൾ ഈ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ലൈൻ ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഓക്കെ, ഞാനിവിടെ ടിക്ക് കൊടുക്കുകയാണ്. ടിക്ക് കൊടുക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. അതിനുശേഷം ഞാൻ 3D വ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിത് കാണാൻ വയ്യാത്തതുകൊണ്ട് എനിക്ക് ഈ ഒരു എലമെൻറ്റ് ഞാനിപ്പം ഓക്കെ ഞാനിവിടെ ഫിനിഷ് മോഡൽസ് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ എലമെൻറ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ ഹൈഡ് കൊടുക്കുകയാണ്. ഓക്കെ, ഹൈഡ് എലമെൻറ്റ് കൊടുത്ത് എനിക്ക് ഡോറിൻ്റെയും ഹൈഡ് എലമെൻറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു കോളവും ഹൈഡ് എലമെൻറ്റ് കൊടുക്കുകയാണ്. ഇനി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാനിപ്പോൾ വരച്ച ആ ഒരു ടേബിൾ ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ടേബിളിൻ്റെ ഒരു ടോപ്പ് ആണ് ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് തന്നെ ഒരു 3D എലമെൻ്റായിട്ട് ഇവിടെ ഒരു ഫാമിലി ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണണമെങ്കിൽ ഇതിൻ്റെ 3D വ്യൂയിലേക്ക് സെക്ഷൻ വ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഓക്കെ, ഞാനിപ്പം ലെവൽ 2ലേക്ക് പോയതിനു ശേഷം ഇവിടെ ഒരു സെക്ഷൻ വ്യൂ വരയ്ക്കുകയാണ്. ഓക്കെ, ഇതുപോലൊരു സെക്ഷൻ വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ഒരു വ്യൂ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും. ഓക്കെ, ഇപ്പം ലെവൽ 2ലാണ് ഞാൻ ഈ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്തത്. ആ ഒരു ടേബിൾ ഇവിടെ കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ഈ വരച്ച ഫാമിലി എനിക്ക് വീണ്ടും എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ അതും പോസിബിളാണ്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫാമിലി വീണ്ടും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ എഡിറ്റ് ഇൻ പ്ലേസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അവിടുത്തെ ശേഷം വീണ്ടും ഈ ഒരു ഫാമിലിയെ തന്നെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇതൊന്നുകൂടെ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ എഡിറ്റ് എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഈ എഡ്ജൊക്കെ ഇതുപോലെ എഡ്ജെല്ലാം ഇതുപോലെ ഒരു ഷേപ്പിൽ വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അതിനുശേഷം ഇവിടെ കംപ്ലീറ്റ് ചെയ്താൽ മതി. അതിനുശേഷം ഇവിടെ ഫിനിഷ് മോഡൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മോഡലിൽ ഈ ഒരു ഫാമിലി ക്രിയേറ്റ് ആയിട്ടുണ്ട്. 3D വ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ഇത് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഐസൊലേറ്റ് എലമെൻറ്റ് കൊടുത്താൽ മതി. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു ഫ്രെയിം മാത്രം അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി മാത്രം കാണിച്ചു തരും. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കൃത്യമായിട്ട് ആ ഒരു ഷേപ്പ് ഇവിടെ ചേഞ്ചായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കിനിയിപ്പം ഈ ഒരു ഫാമിലിയുടെ മേളിലായിട്ട് അല്ലെങ്കിൽ ഈ ഫാമിലി കൂടാതെ ഇതിന് കണക്റ്റ് ആയിട്ടുള്ള വേറൊരു ഫാമിലി കൂടെ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫാമിലി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ എഡിറ്റ് ഇൻ പ്ലേസ് കൊടുക്കുക. എഡിറ്റ് ഇൻ പ്ലേസ് കൊടുത്തതിന് ശേഷം എനിക്ക് പുതിയൊരു ഫാമിലിയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പം എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ മേളിലൊരു ബുക്ക് അല്ലെങ്കിൽ ഒരു ഫർണിച്ചറിൻ്റെ ഒരു ഫ്ലവർ ബോക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഈ ഫാമിലിയിൽ വേണമെങ്കിൽ നമുക്ക് വരച്ചെടുക്കാം. ഈ ഒരു ഫാമിലി എഡിറ്റ് ചെയ്യണമെങ്കിലും വരച്ചെടുക്കാം. അതല്ല നമുക്ക് സെപ്പറേറ്റ് ഒരു ഫാമിലി ആയിട്ടാണ് ചെയ്യേണ്ടത് എങ്കിൽ ഇപ്പോൾ ഇത് സെലക്ട് ചെയ്ത് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ വീണ്ടും എക്സ്ട്രൂഷൻ കൊടുത്ത് നമുക്ക് പുതിയൊരു പുതിയൊരു എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഇതുപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫാമിലി കൂടെ ഇതിൻ്റെ മേളിൽ ഈ ഒരു ഫാമിലി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. രണ്ട് ഫാമിലി ആയിട്ട് തന്നെ വരും. ഞാനിപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ വരച്ച ഒരു ടേബിളാണ്. ഞാനിപ്പോൾ ഈ സെക്ഷൻ വ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ നോക്കാം, ഒരു ടേബിളാണ് ആക്ച്വലി ഇവിടെ വരച്ചത്. പക്ഷേ ടേബിൾ ആയോത് ഇല്ല, ടേബിളിൻ്റെ ടോപ്പ് മാത്രമേ ആയിട്ടുള്ളൂ. ടോപ്പ് വരച്ചപ്പോൾ തന്നെ ഇതിൻ്റെ തിക്നെസ്സിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം തിക്നെസ് ഒരുപാട് കൂടുതലാണ്. കാരണം ഇത്രയും തിക്നെസ്സുള്ള ടേബിളൊന്നും നമ്മൾ ചെയ്യാറില്ല.
അപ്പം തിക്നെസ് ആദ്യം ചേഞ്ച് ചെയ്യണം. അതിനുവേണ്ടി ഈ ഒരു ഫാമിലി ആദ്യം സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാൻ ശേഷം ഇവിടെ എഡിറ്റ് ഇൻ പ്ലേസ് കൊടുക്കണം. ഈ ഫാമിലി എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ എഡിറ്റ് ഇൻ പ്ലേസിൽ പോയാലേ പറ്റത്തുള്ളൂ. ഓക്കെ, അതിനുശേഷം സെലക്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഈ ഒരു ഫാമിലി സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോഴേക്കും നമ്മുടെ പ്രോപ്പർട്ടി ബോക്സിനുള്ളിൽ ഈ ഒരു ഫാമിലിയുടെ തിക്നെസ് വരുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ തിക്നെസ് ഒരു 50 കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ എടുക്കുമ്പോൾ ഈ ഒരു തിക്നെസ് ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്കിത് ടേബിൾ ആയിട്ടില്ല. കാരണം എന്താണ്, ഈ ടേബിൾ ആകണമെങ്കിൽ ഈ ടേബിളിൻ്റെ ഈ ടോപ്പിൽ ആ ഒരു സർഫസ് ഉണ്ടല്ലോ, അത് മാത്രമേ നമുക്ക് തിക്നെസ് കറക്റ്റായിട്ട് വന്നുള്ളൂ. പക്ഷേ ഇത് ടേബിൾ ആകണമെങ്കിൽ ഇതിനകത്ത് ലെഗ് വരണം. ലെഗ് വരുന്നത് എങ്ങനെയാണ്, ഈ ഒരു ടോപ്പ് സർഫസിൽ നിന്ന് താഴേക്കായിരിക്കണം ലെഗ് വരേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ടോപ്പ് സർഫസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഹൈറ്റിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാറണമെങ്കിൽ ഞാൻ ഈ ഒരു ഫാമിലി സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ എൻഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് 2 വാല്യൂ ഉണ്ട്. ഓക്കെ, ഞാനിവിടെ ഈ എൻഡ് എന്ന് പറയുന്ന വാല്യൂ ചേഞ്ച് ചെയ്തപ്പോഴേക്കുമാണ് ഈ ഒരു തിക്നെസ് മാറിയത്. ഓക്കെ, എങ്ങനെയാണ് മാറിയത്, ടോപ്പ് എന്ന് താഴേക്കാണ് പറയുന്നത്. അതായത് ഈ എൻഡ് വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഫാമിലിയുടെ ടോപ്പാണ്. ഓക്കെ, സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഈ താഴത്തെ എൻഡും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എനിക്കൊരു 800 mm ഹൈറ്റിലാണ് ഇത് പറയേണ്ടത്. അപ്പോൾ അതിൻ്റെ എൻഡ് വാല്യൂ സ്റ്റാർട്ടിങ് വാല്യൂ ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റാർട്ടിങ് വാല്യൂ ഒരു 750 കൊടുത്തു. ഓക്കെ, 750 കൊടുത്തപ്പോഴേക്കും ഇവിടെ സ്റ്റാർട്ടിങ് വാല്യൂ മാറിയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് എത്രയിലാണ് ഹൈറ്റ് വരേണ്ടത്, ഒരു 800 mm ഹൈറ്റിലാണ് വരേണ്ടത്. അപ്പം ഞാനിവിടെ ഒരു 800 കൊടുത്തു. 800 കൊടുക്കുമ്പോഴേ കണ്ടോ കൃത്യമായ ഒരു ഹൈറ്റ്. ഞാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ മോഡിഫൈ ടാബിനുള്ളിൽ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് എടുക്കുകയാണ്. ഓക്കെ, മെഷർമെൻറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് 750 ആയിരിക്കും. എൻഡിങ് എന്ന് പറയുന്നത് എത്രയാണ്, 800 ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അതല്ലാതെ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ടിങ് വാല്യൂ 750 കൊടുത്തു. ആ ഒരു ചേഞ്ചസ് ഇവിടെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻഡിങ് വാല്യൂ ഇവിടെ 800 കൊടുത്തപ്പോഴേക്കുമാണ്, പ്രോപ്പർട്ടി ബോക്സിനുള്ളിൽ ഇവിടെ കൊടുത്തപ്പോഴേക്കാണ് ഇവിടെ ഒരു ഹൈറ്റ് വ്യത്യാസം വന്നത്. അതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡെപ്ത് എന്ന് പറയുന്നൊരു വാല്യൂ ഉണ്ട്, അത് ചേഞ്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 50 ആക്കി കൊടുക്കണം. നമുക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു വാല്യൂ ഇവിടെ കൊടുക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ഡെപ്തിൽ നമ്മൾ ആ ഒരു സർഫസിൻ്റെ തിക്നെസ് മാറും. 50 കൊടുത്തപ്പോൾ കണ്ടോ കറക്റ്റായിട്ടുള്ള തിക്നെസ്സിൽ ആ കൃത്യമായുള്ള ഹൈറ്റ് മെയിൻറ്റെയിൻ ആയിട്ടുണ്ട്. ആ ഒരു ഫാമിലി ഇവിടെ ക്രിയേറ്റ് ആയി. ഓക്കെ, അതിനുശേഷം ഇത് ഫിനിഷ് ചെയ്തപ്പോൾ ഈ ഒരു ഫാമിലി ഇവിടെ കൃത്യമായിട്ട് ആ ഒരു ഹൈറ്റിൽ മെയിൻറ്റെയിൻ ആയിട്ടുണ്ട്. ഞാൻ 3D വ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും ഈ ഒരു ഹൈറ്റിലാണ് ഇപ്പം ഈ ഒരു ഫാമിലി നിൽക്കുന്നത്. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യേണ്ട സമയത്ത് എക്സാമ്പിളായിട്ട് ഇപ്പോൾ ടേബിളാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഈ ഒരു ടേബിൾ വരയ്ക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ഹൈറ്റ് മെയിൻറ്റെയിൻ ആവണം. അതായത് ഇപ്പം ഞാനിവിടെ ചെയ്തത് എന്താണ്, ഒരു ഫാമിലി ആദ്യം വരച്ചതിന് ശേഷം ഞാൻ പിന്നെ ഈ ഹൈറ്റ് എല്ലാം രണ്ടാമത് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയല്ല ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഫാമിലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഹൈറ്റിലാണോ ഏത് തിക്നെസ്സിലാണോ വേണ്ടത് അത് വരയ്ക്കുന്ന സമയത്ത് തന്നെ സെറ്റായി വരണം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ നോക്കാം.